ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു ജേണൽ സ്പ്രെഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. കുറേ കാലമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഈ ഫെബ്രുവരി ആയതുകൊണ്ട് തന്നെ വാലൻറ്റൈൻസ് ഡേൻ്റെ ഓർഡറും പിന്നെ ക്ലാസ്സും എല്ലാം കൂടി മിക്സ് ആയതുകൊണ്ട് വീഡിയോയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ഒരു ട്രാക്കിലേക്കായിട്ട് വരണം. അപ്പം പേജസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്ലാനൊന്നും ഞാൻ ചെയ്തില്ല. നമുക്ക് റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് തന്നെ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, പർപ്പിൾ കളറ്. പിന്നെ വിൻറ്റേജ് ആയതുകൊണ്ട് ഈ ഒരു ബ്രൗൺ പേപ്പർ ഞാൻ ഒഴിവാക്കിയില്ല, അതും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വൈറ്റ് ഡോളി പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, അതും ഈ ഒരു കോർണറിൽ ചെറുതാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൈ കിട്ടിയത് ഈ ഒരു പോസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റിക്കറാണ്. ഇത് കണ്ടപ്പോഴാണ് ഒരു ലെറ്റർ തീമിലേക്ക് ആക്കിയാലോ എന്ന് വിചാരിക്കുന്നത്. അതായത് നമ്മൾ സെൽഫിനായിട്ട് തന്നെ എഴുതുന്നൊരു ലെറ്റർ ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈപ്പ് ആക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അത് ആ ഒരു ബ്രൗൺ പേപ്പറിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് പേജിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് സ്റ്റിക്കേഴ്സൊക്കെ തപ്പിയപ്പോൾ ഈ ഒരു സ്റ്റിക്കർ കിട്ടി. ഇതൊരു വിൻറ്റേജ് തീമുമാണ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ പർപ്പിൾ കളർ ഫ്ലവറൊക്കെ വരുന്നല്ലോ, അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് അത് മാച്ച് ആവാൻ തോന്നി. അങ്ങനെ അത് ഈ സ്റ്റിക്കറിൻ്റെ താഴത്താക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ സെൻറ്റർ പോർഷൻ കണ്ടപ്പം ഇത് കുറേ ബ്ലാങ്ക് ആയി കിടക്കുന്നതായി തോന്നി. അപ്പോൾ പിന്നെ എന്തെങ്കിലും സ്റ്റിക്കറാണ് വെക്കുന്നതെങ്കിൽ മൊത്തത്തിൽ സ്റ്റിക്കറായിട്ട് ബോറാവല്ലോ. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഫ്ലവർ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഡ്രൈ ആവാൻ വെച്ച ഫ്ലവറൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിൽ ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. വെച്ചിട്ടും വാഷി ടേപ്പ് വെച്ചിട്ടൊക്കെ ഒട്ടിക്കുക. വാഷി ടേപ്പ് ആകുമ്പോഴാണ് കുറച്ചുകൂടി ഒരു വൃത്തി തോന്നുക. അപ്പോൾ പിന്നെ ഞാൻ വാഷി ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സ്പേസിലൊക്കെ എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ലെറ്റർ തീമാണെന്ന്, അപ്പോൾ പിന്നെ ഡിയർ ഒന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഇതിൽ ടെക്സ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. ഇതൊക്കെ മൈൻഡിൽ അന്നേരം വരുന്ന കാര്യങ്ങളാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടൊന്നും വെച്ചതല്ല. അപ്പോൾ എല്ലാം കൂടി എഴുതി കഴിഞ്ഞ് വായിച്ച് നോക്കുമ്പം ലാസ്റ്റ് നമുക്ക് എന്താ പറയുക, നല്ലൊരു ഫീൽ. ഇതിപ്പോൾ എഴുതാൻ നല്ലോണം അറിയുന്ന ആളാവണമെന്നൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് കിട്ടിയാൽ നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ട് നല്ലോണം എഴുതാൻ പറ്റും. ഇനി ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് സ്റ്റിക്കേഴ്സ് വെച്ച് കൊടുക്കാം. കാരണം ടെക്സ്റ്റൊക്കെ നമ്മൾ എഴുതി മൊത്തത്തിൽ ഫില്ല് ചെയ്തെന്നാലും ചെറിയ പോർഷനൊക്കെ അവിടെ ഇവിടെയൊക്കെ ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ട്. അപ്പം അത് കൊളാവാത്ത രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സൈഡിൽ പർപ്പിൾ തീം ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പർപ്പിളാണല്ലോ നമ്മൾ ചൂസ് ചെയ്തത്. അങ്ങനെ എല്ലാ സ്റ്റിക്കറും ഒന്ന് സ്കാൻ ചെയ്ത ശേഷം ഞാൻ ഈ റിയൽ സേവിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോട്ടാണ് അവിടെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഫ്ലവറൊക്കെ അതിലുണ്ടല്ലോ, ഓൾറെഡി ഫ്ലവർ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കർ ആക്കിയിട്ട് ഫ്ലവർ വെച്ച് കൊടുക്കണ്ടെന്ന് തോന്നി. പിന്നെ ഒരു ബട്ടർഫ്ലൈ എടുത്തിട്ട് ആ ഡ്രൈ ഫ്ലവറിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കാം. ഈ ഒരു സൈഡിൽ ബ്ലൂ കളർ തീമിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം പോസ്റ്റ് കാർഡിൻ്റെ മുകളിൽ ബ്ലൂ കളറിലാണല്ലോ ഉള്ളത്. ഈ ഒരു സ്റ്റിക്കർ കളക്ഷനിൽ നമുക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ സ്റ്റിക്കേഴ്സും, അതായത് എല്ലാ കളറിലുള്ള സ്റ്റിക്കേഴ്സും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അങ്ങനെ ബ്ലൂ തീമിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ പോസ്റ്റ് കാർഡ് തീമിന് പറ്റിയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് കേട്ടോ ഇത്. ഇതിൻ്റെ തീം എന്താ വെച്ചാൽ ഒരു സ്റ്റാമ്പിൻ്റെ ഒരു മോഡലാണ് കേട്ടോ ഇത്. ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ല, എന്നാലും അതിൻ്റെ സൈഡിലൊക്കെ ഈ ഒരു സ്റ്റാമ്പിന് വരുന്ന ടൈപ്പ് ഓഫ് ഡിസൈൻ ഉണ്ടാവില്ലേ, ആ ഒരു ഡിസൈനാണ് അവിടെ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫൈനൽ ലുക്ക് ഇതാണ്. ഇതുപോലത്തെ സ്പ്രെഡുകൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.